തെരഞ്ഞെടുപ്പ് ചൂടിൽ കോട്ടയത്തെ വില്ലനും സൂപ്പർ താരവും ഒന്നുതന്നെ. റബ്ബർ 47 വർഷത്തിനു ശേഷം കോട്ടയത്തെ കേരള കോൺഗ്രസുകൾ ഏറ്റുമുട്ടുമ്പോൾ റബ്ബർ വില നിർണായകമാകുമെന്നുറപ്പ്. ഇത് കേരള കോൺഗ്രസ് ജോസ് ഗ്രൂപ്പുകൾക്ക് നിർണായകമാകും. റബ്ബർ വിലയിടിവ് കാരണം ഇടതുമുന്നണിയാണെന്നാണ് UDF പക്ഷം. എന്നാൽ അത് ആസിയാൻ കരാർ ഒപ്പിട്ട UPA സർക്കാരിന്റെ തലയിൽ കെട്ടിവെക്കാനാണ് LDF ശ്രമം. സ്ഥാനാർത്ഥി പ്രഖ്യാപനമായില്ലെങ്കിലും ചുങ്കം വർദ്ധിപ്പിച്ചതോടെ റബ്ബർ ഇറക്കുമതി കുറഞ്ഞെന്നും സംസ്ഥാന സർക്കാർ കഴിവുകേടാണ് പ്രതിസന്ധിക്ക് കാരണമെന്നുമാണ് BJPയുടെ പക്ഷം. 200 രൂപ തറവില നൽകാമെന്നായിരുന്നു ആദ്യ പിണറായി സർക്കാരിന്റെ വാഗ്ദാനം. തുടർഭരണമടക്കം 8 വർഷമായിട്ടും അത് നടപ്പാക്കാനായില്ല. ഇതിനിടെ തറവില 150 നിന്ന് 170 രൂപയാക്കി. കേന്ദ്ര സർക്കാർ സഹായിച്ചാൽ 200 രൂപ ആക്കുന്നതിന് വിരോധമില്ലെന്നാണ് ഇപ്പോഴത്തെ പ്രഖ്യാപനം. നവകേരള യാത്ര പാലായിൽ എത്തിയപ്പോൾ വിലയിടിവ് പ്രശ്നം കോട്ടയത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും MP-യുമായ തോമസ് ചാഴിക്കാടൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നിൽ അവതരിപ്പിച്ചിരുന്നു. പരിഹരിക്കാമെന്ന് മറുപടിക്ക് പകരം ഇതൊക്കെ ഇവിടെയാണോ പറയുന്നതെന്ന ശകാരമായിരുന്നു മുഖ്യമന്ത്രിയിൽ നിന്നുണ്ടായത്. എങ്കിലും തങ്ങളുടെ വോട്ട് ബാങ്കിന് മുന്നിൽ പ്രശ്നം അവതരിപ്പിച്ചത് ഗുണം ചെയ്യുമെന്നാണ് ജോസ് വിഭാഗത്തിന്റെ പ്രതീക്ഷ. K. സുധാകരനും VD സതീശനും നയിച്ച സമരാഗ്നി യാത്ര കോട്ടയത്തെത്തിയപ്പോൾ ഇരുവർക്കും റബ്ബർ ഷീറ്റ് കൊണ്ടുള്ള തൊപ്പി പ്രവർത്തകർ സമ്മാനിച്ചിരുന്നു. തൊപ്പി തലയിൽ വെച്ചെങ്കിലും റബ്ബർ വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ കുറ്റപ്പെടുത്തിയാണ് ഇരുവരും മടങ്ങിയത്. അതേസമയം സംസ്ഥാനത്ത് റബ്ബർ RSS 4 ഇന്നലെ കോട്ടയം വ്യാപാരി വില 16,200 രൂപയായിരുന്നതും ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു. RSS 5 വില ഇന്ന് 15,800 രൂപയാണ്. രാജ്യാന്തര റബ്ബർ വിപണിയിലെ വാങ്ങൽ താൽപര്യം ശക്തമായതിനാൽ ഷീറ്റ് വില വീണ്ടും ഉയരുമെന്ന പ്രതീക്ഷയിലാണ് മുഖ്യ ഉൽപാദന രാജ്യങ്ങൾ. ബാങ്കോക്കിൽ 3-ാം ഗ്രേഡ് ക്വിന്റലിന് 19,000 രൂപയ്ക്ക് മുകളിലാണ്. കാർഷിക മേഖലയിൽ നിന്നും സംസ്ഥാനത്തെ പ്രമുഖ വിപണികളിലേക്കും ചരക്ക് വരവ് ചുരുങ്ങിയിട്ടും ടയർ വ്യവസായികൾ വില ഉയർത്തുന്നില്ല. സ്റ്റോക്കുള്ള റബ്ബർ വിപണിയിൽ ഇറക്കാതെ പരമാവധി ഉയർന്ന വിലയ്ക്ക് വേണ്ടി ഉൽപാദകർ ശ്രമം നടത്തുകയാണ്. 4-ാം ഗ്രേഡ് കിലോ 166 രൂപ. വിദേശ കുരുമുളക് ഉത്തരേന്ത്യയിൽ വിൽപ്പനയ്ക്ക് ഇറക്കി ആഭ്യന്തര നിരക്ക് താഴ്ത്താനുള്ള ശ്രമത്തിലാണ് അന്തർ സംസ്ഥാന വ്യാപാരികൾ. വിദേശ വിപണിയിൽ നിന്നുള്ള അനുകൂല വാർത്തകൾ കേരളത്തിൽ റബ്ബർ വിലയിൽ പ്രതിഫലിക്കുമെന്ന നിഗമനത്തിലാണ് ഉൽപാദകരും വ്യാപാരികളും. എന്നാൽ മുൻവാരത്തിലെ 16,500 രൂപയിൽ നിന്ന് 4-ാം ഗ്രേഡിന് 100 രൂപ മാത്രമേ ഉയരാനായുള്ളൂ. 16,600 കൂടിയ നിരക്കിൽ കൊട്ടേഷൻ ഇറക്കാൻ ടയർ കമ്പനികൾ തയ്യാറായില്ല. സ്റ്റോക്കിസ്റ്റുകൾ വില കിലോ 190 രൂപയിലേക്ക് ഉയരുമെന്ന പ്രതീക്ഷയിൽ ചരക്ക് പിടിക്കുകയാണ്. പകൽ താപനില ഉയർന്നതോടെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ടാപ്പിംഗ് സ്തംഭിച്ചു. ഇനി വേനൽ മഴയുടെ വരവിനു ശേഷമേ വെട്ട് പുനരാരംഭിക്കൂ. ധനമന്ത്രി അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റ് റബ്ബർ കർഷകരെ വഞ്ചിക്കുന്നതാണെന്ന് മുൻ MLA PC ജോർജ് പറഞ്ഞിരുന്നു. റബ്ബർ വില സ്ഥിരത പദ്ധതിയിലെ 250 രൂപ ഉറപ്പുവരുത്തുമെന്ന് പ്രകടന പത്രികയിലെ വാഗ്ദാനം നൽകി അധികാരത്തിലെത്തിയ ഇടത് സർക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പും ജനരോക്ഷവും ഭയന്നുകൊണ്ടാണ് റബ്ബറിന്റെ താങ്ങുവില 10 രൂപ വർദ്ധിപ്പിച്ചത്. ഇത് നാണക്കേടാണെന്നും PC ജോർജ് അന്ന് പറഞ്ഞത്. റബ്ബർ കർഷകരെല്ലാം ബൂർഷികളാണെന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. റബ്ബർ കർഷക മേഖലയിൽ സർക്കാരിനെതിരെയുള്ള ശക്തമായ ജനരോക്ഷം ഒഴിവാക്കുന്നതിനായി കേരള കോൺഗ്രസ് മാണി ഭാഗവും CPM-ഉം നടത്തിയ ഒത്തുകളിയുടെ ഭാഗമാണ് താങ്ങുവില 170 രൂപയിൽ നിന്നും 10 രൂപ ഉയർത്തി 180 രൂപയാക്കിയ പ്രഖ്യാപനമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.